അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലതഹിലതി അദ്രിക്നി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാണല്ലോ. മുസ്ലിങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം നമുക്കൊരിക്കലും ഒഴിവാക്കാൻ സാധ്യമല്ല. ഒരു മനുഷ്യന്, ഒരു വിശ്വാസിക്ക് ബുദ്ധിയും ശുദ്ധിയും ഉള്ള കാലത്തോളം ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരേ ഒരു കർമ്മം നിസ്കാരമാണ്. നിസ്കാരത്തിൻ്റെ ആ ഒരു ബാധ്യതയിൽ നിന്ന് ഒരു വിശ്വാസി ഒഴിവാകൽ അയാളിൽ ബുദ്ധിയും ശുദ്ധിയും ഇല്ലാതിരിക്കുമ്പോഴാണ്. അത് ശുദ്ധി എന്ന് പറയുന്നത് സ്ത്രീകൾക്കുണ്ടാകുന്ന ഹൈദ്, നിഫാസ്, പ്രസവം പോലത്തെ കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് നിസ്കരിക്കേണ്ടതില്ല. ഹൈദിൻ്റെയും നിഫാസിൻ്റെയും സമയങ്ങളിൽ നിസ്കരിക്കുകയും വേണ്ട, ആ നിസ്കാര സ്ത്രീകൾക്ക് ഖളാ കിട്ടുകയും വേണ്ട. എന്നാൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം അയാൾ ചെയ്തിരിക്കണം മരണം വരെയും. കാരണം എന്തുകൊണ്ട്? നമുക്ക് പനി വരുമ്പോഴും രോഗം വരുമ്പോഴൊക്കെ പലപ്പോഴും പല ആളുകളും, അല്ലെങ്കിൽ കുറഞ്ഞൊരു വിഭാഗം ആളുകളെങ്കിലും വിചാരിച്ചു പോകുന്നുണ്ട്, ഇനി കൈമ മുറിയായല്ലോ, കാലുമ മുറിയായല്ലോ, കൈമ കെട്ടിയിട്ടുണ്ട്, മരുന്ന് വെച്ച് കെട്ടിയിട്ടുണ്ട്, ഇനി നിസ്കരിക്കേണ്ട, ഒതുണ്ടാക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുന്ന ആളുകളും ഉണ്ടാകാം. വളരെ കുറഞ്ഞ ശതമാനം ആളുകളെ അങ്ങനത്തെവരുണ്ടാവുള്ളൂ. പ്രിയപ്പെട്ടവരെ, അങ്ങനത്തെ ആളുകളിലേക്കാണ് ഈ സന്ദേശം എത്തേണ്ടത്. അങ്ങനത്തെ ആളുകളിലേക്ക് ഈ സന്ദേശം എത്തണം. അതിനുവേണ്ടി ഇത് കേൾക്കുന്ന ആളുകൾ ഒരു പക്ഷേ ഈ കാര്യങ്ങളൊക്കെ അറിവുള്ളവരായിരിക്കാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അങ്ങനത്തെ ആളുകളിലേക്ക് നമ്മളൊരു അറിവിനെത്തിക്കുകയാണ്. അറിവ് നമ്മൾ മറ്റൊരാളിലേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫലം, പുണ്യം നമുക്കും ലഭിക്കും. അങ്ങനത്തെ ആളുകൾ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസരങ്ങളിൽ, അല്ലെങ്കിൽ വെള്ളമില്ലാത്ത അവസരങ്ങളിൽ, ഈ രണ്ട് അവസരങ്ങളിലും നമുക്ക് തയമ്മും ചെയ്യാം. തയമ്മും ചെയ്യൽ എങ്ങനെയാണ്? ശരീരത്തിൽ നിന്ന് നജസ്സുകളൊക്കെ മാറ്റുക. നമ്മൾ കയ്യിൽ ധരിച്ച വാച്ച്, വള, മോതിരം പോലത്തെ മാറ്റുക. ശുദ്ധമായ പൊടിമണ്ണിനെ നമ്മൾ റെഡിയാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ വെള്ളം നനക്കാൻ പറ്റുന്നിടത്തൊക്കെ ഉളുവിൻ്റെ അവയവങ്ങളിലൊക്കെ വെള്ളം എത്തിക്കുക. ഉളുവിന് പകരമാണ് തയമ്മം ചെയ്യുന്നതെങ്കിൽ. അതുപോലെ എന്നിട്ട് കുളിയാണെങ്കിൽ മറ്റു മുറിവില്ലാത്ത ഭാഗങ്ങളിലൊക്കെ വെള്ളം എത്തിക്കുക. എന്നിട്ട് മുറിവിന് വേണ്ടിയിട്ട് ഒരു തയമ്മം ചെയ്യുക. തയമ്മം എങ്ങനെയാണ്? നിയത്ത് വെച്ചിട്ട് മുഖത്ത് തടവുക, പിന്നെ രണ്ട് കയ്യിലും മുട്ടുവരെ തടവുക. ഇത്രയേ ഉള്ളൂ തയമ്മമിൻ്റെ കാര്യം. ഒരു പ്രയാസമില്ല, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. അതിന് വേണ്ടത് നമ്മൾ പൊടിമണ്ണിനെ അത് എടുത്തു വെക്കുക എന്നുള്ളതാണ്. നമ്മൾ ഉപയോഗിച്ച മണ്ണ്, അതിലേക്ക് നമ്മൾ മണ്ണ് അടിച്ചെടുക്കുമ്പോൾ ആ അടിച്ചെടുത്ത മണ്ണ് നമ്മൾ ഇങ്ങനെ ഒഴിവാക്കുമ്പോൾ മറ്റേ നമ്മൾ തയമ്മം ചെയ്യാൻ ഉപയോഗിക്കുന്ന മണ്ണിലേക്ക് അത് എത്താതിരിക്കണം എന്ന് ശ്രദ്ധിക്കണം. ഓരോ ഫർള് നിസ്കാരത്തിനും ഓരോ തയമ്മം ചെയ്യണം. സുന്നത്തുകൾ എത്രയും നിസ്കരിക്കാം, ഫർള് ഒന്ന് മാത്രമേ നിർവഹിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് ഈ ഒരു സന്ദേശം നിങ്ങളൊക്കെ അറിയണം പ്രിയപ്പെട്ടവരെ. ഇത് നമ്മളെ സഹോദരങ്ങളിലേക്ക്, നമ്മളെ പുതിയ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം. അവർക്കൊരു പക്ഷേ ഇതൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ടാകും മദ്രസകളിൽ നിന്ന്, പക്ഷേ അവർ മറന്നുപോയിട്ടുണ്ടാകും. അതുപോലെ പ്രിയപ്പെട്ടവരെ, യാത്ര പോകുമ്പോൾ, അനുവദനീയമായ യാത്ര ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ജോലിക്ക് പോകുകയാണ്, അല്ലെങ്കിൽ പഠിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ മറ്റു വിദേശത്തേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഉംറ, ഹജ്ജ്, അല്ലെങ്കിൽ സിയാറത്ത് പോലത്തെ കാര്യങ്ങളിൽ, കുടുംബ സന്ദർശനം, അല്ലെങ്കിൽ രോഗസന്ദർശനം, അല്ലെങ്കിൽ അങ്ങനെ അനുവദനീയമായ യാത്രയിൽ നിങ്ങളാകുമ്പോൾ 132 കിലോമീറ്റർ നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ജംഉം കസ്റും അനുവദനീയമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്.
അഥവാ ളുഹർ നിസ്കാരവും അസർ നിസ്കാരവും രണ്ടിലേതെങ്കിലും ഒരു സമയത്ത് രണ്ടും കൂടെ ഒരുമിച്ച് നിസ്കരിക്കാം. മഗ്രിബും ഇശാവും രണ്ടിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് രണ്ടും ഒരുമിച്ച് നിസ്കരിക്കാം. സുബഹി പിന്നെ അതിൻ്റെ സമയത്ത് തന്നെ നിർവഹിക്കാം. അതാണ് ജംഅ് ഉദ്ദേശിക്കുന്നത്. കസ്ർ എന്ന് പറയുന്ന 4 റക്അത്തുള്ള നിസ്കാരത്തെ 2 ആക്കി നിസ്കരിക്കുക. അപ്പോൾ ജമ്മും കസ്റും നമുക്ക് അനുവദിക്കുന്ന ഈ യാത്രകൾ നമ്മൾ നിർവഹിക്കുന്ന സമയത്ത് നമുക്ക് ഏറെ ഉപകാരമാണ്, ഏറെ സഹായകമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ പരലോക ഗുണത്തിന് വേണ്ടി റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് തയ്യാറാക്കി, നമുക്ക് അതെന്ന ആനുകൂല്യങ്ങളാണ്. അത് നമുക്ക് എടുക്കാം, അത് നമുക്ക് ഉപയോഗപ്പെടുത്താം. അതുതന്നെയാണ് ദീന് പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് ഇങ്ങനെയുള്ള അറിവുകൾ പ്രിയപ്പെട്ട നമ്മളെ പുതിയ സമൂഹത്തിലേക്ക്, പുതിയ തലമുറയിലേക്ക് ഇതെത്തിക്കുകയും അവർക്കൊക്കെ ഇതുപോലെ ഇസ്ലാമിൻ്റെ സുന്ദരമായ ആശയങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇങ്ങനെയുള്ള അവരുടെ സമയങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ നന്മ ഈ കാലഘട്ടത്തിൽ എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവരോടും ദുആ വസിയത്ത് ചെയ്യുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.